എങ്ങോട്ടാ ചേട്ടാ പോണ്ടേ? ആ കാണുന്ന വഴി പോക്കോ. പോകുന്ന സ്ഥലത്തിന് പേരില്ലേ ചേട്ടാ? ഇത് പേരില്ലാത്ത സ്ഥലമാ ചേട്ടാ തമാശ പറയല്ലേ. അല്ലടോ, സീരിയസ് അല്ല, നെറ്റിയിൽ പരിക്കുണ്ടല്ലോ. ഡോക്ടർമാരുടെ വേഷവും. എന്താ സാറേ ഇത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. മനസ്സിലാക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത്രയും സഞ്ചരിച്ചല്ലേ, അതിന്റെ പൈസ തന്നാ മതി. പൈസ തരില്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ? തന്റെ കഞ്ഞിയിൽ പാറ്റ ഇട്ടിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. സ്ഥലം അറിയാതെയാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? തലയ്ക്ക് പരിക്ക് പറ്റിയ ശേഷം സ്ഥലകാല ബോധം ഇല്ലടോ, അതുകൊണ്ടാ. എന്നാ പിന്നെ 500 തികച്ചൂടായിരുന്നോ? ഒരുപാട് കറങ്ങി തിരിഞ്ഞല്ലേ സാറേ വന്നത്. സാർ തികച്ചതാ. ഞാനൊന്ന് പരസഹായമില്ലാതെ നടന്നു നോക്കട്ടെ. എന്റെ മോളുടെ നിശ്ചയത്തിനെ എനിക്ക് പയറുപോലെ നിൽക്കാനുള്ള ഒന്ന് വിട്ടെ വിട്ടെ. അയ്യോ, അങ്ങനെയൊന്നും നടക്കണ്ട കേട്ടോ. എന്റെ വയറിനാണ് കുത്തു കിട്ടിയത്. കാലിന് ഒരു കുഴപ്പമില്ല. പിന്നെന്താ? എന്നാലും അമിത ആവേശമൊന്നും കാണിക്കണ്ട. ഇനി കാലിന് എന്തെങ്കിലും പറ്റിയാ എല്ലാവരും എന്നെ ആയിരിക്കും വഴക്ക് പറയുന്നത്. നിന്നെ ആരും ഒന്നും പറയാൻ പോകുന്നില്ല. നീ ഒന്ന് അവിടെ പോയി നിന്ന് ചെല്ലേ. ഞാനൊന്ന് നടക്കട്ടെ. ശരി, ഞാൻ കൈപിടിച്ച് നടത്താന്ന് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരുമോ? മക്കളെ, ഈ ഹൃദ്രോഗമുള്ളവരെ കൂടുതൽ നടക്കുന്നത് നല്ലതാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അപ്പൊ ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടും. തൽക്കാലം അങ്ങനെ സർക്കുലേഷൻ ഒന്നും കൂട്ടണ്ട. എന്തായി മോളെ നിശ്ചയത്തിന്റെ കാര്യങ്ങളൊക്കെ? ഇനി ആ വീടൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയാൽ മതിയായിരുന്നു. ഞങ്ങളൊരു ഓഡിറ്റോറിയം കണ്ടതുവാ. പിന്നെ കിരണേട്ടൻ പറഞ്ഞു ഇപ്പൊ ഈ ഭീഷണിയൊക്കെ നിൽക്കുന്നതുകൊണ്ട് അത് വേണ്ടാന്ന്. പിന്നെ ഒരുത്തൻ ഹോസ്പിറ്റലിൽ ഉള്ളതുകൊണ്ട് ആളെ കൂട്ടാതെ മതിയെന്ന് ലക്ഷ്മിയമ്മയും പറഞ്ഞു. ഒരു കണക്കിന് ആലോചിച്ചാൽ നല്ലതാ. ബൈജുവിന് പെണ്ണ് കാണാൻ പോയതുകൊണ്ടാണല്ലോ അച്ഛന് കുത്തേറ്റത്. ശരി മക്കളെ, നിശ്ചയം നല്ല രീതിയിൽ നടക്കണം. ആദ്യം ആൾക്കൂട്ടൊന്നും വേണ്ട. ഈ കാര്യത്തിൽ ഞാൻ അച്ഛനെ സമ്മതിച്ചു തന്നിരിക്കുക. ഞങ്ങളൊക്കെ പിന്നാലെ നടന്ന് ഉപദേശിച്ചിട്ടും നിങ്ങൾ എന്റെ ബന്ധുക്കളാണെന്ന് ഞാൻ പറയും. ആ സമയത്ത് ഒരു സംശയവും തോന്നരുത്. ഞാൻ അവന്റെ രണ്ടാനമ്മ ആയതുകൊണ്ട് എന്നെ ആരും തടയാനൊന്നും പോകുന്നില്ല. അകത്ത് പോലീസ് കാണില്ല മാഡം? സാധ്യതയില്ല, പുറത്തെ കാണും. ഇപ്പോഴത്തെ അവന്റെ സാഹചര്യത്തിൽ എനിക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. എന്റെ കയ്യിലും തോക്കുണ്ട്. നിങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ എന്താന്ന് വെച്ചാ ചെയ്തോളാം. എന്റെ മോൾക്കും ബന്ധുക്കൾക്കും ഭീഷണിയായിട്ട് ഇവൻ ഈ ഭൂമുഖത്തുണ്ടാവരുത്. നിങ്ങൾ വാ. ഇതല്ലേ ഗംഗാപ്രസാദ് കിടക്കുന്ന മുറി? നിങ്ങളാരാ? ഞാൻ അവന്റെ അമ്മയാ, രണ്ടാനമ്മ. എനിക്ക് അവനെ ഒന്ന് കാണണം. ഇത് ഞാനും അവനും കൂടിയുള്ള ഫോട്ടോസാ. ശരി, കണ്ടോ. ഇവരൊക്കെ ആരാ? ഇതവന്റെ വല്യച്ഛന്റെ മക്കളാ. ശരി, നോക്കാം. അമിഴ്ന്നോ കിടക്കട്ടെടാ. വേണ്ട വേണ്ട, ഇതവനല്ല. ഈ ഗംഗ എവിടെ പോയി? ഇതിനകത്ത് മറ്റാരും ആണല്ലോ കിടക്കുന്നേ. വേറെ ആരും കിടക്കാൻ? അയ്യോ, ഇത് ഇവിടുത്തെ ഡോക്ടറാണല്ലോ. അവന് അതിവിദഗ്ധമായിട്ട്